ഹേ ഹലോ മച്ചന്മാരെ, പാകം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ചിക്കൻ വെച്ച് നല്ല കിടിലൊരു ഐറ്റം പടയ്ക്കാൻ പോവാണ്, കുക്കർ ചിക്കൻ. അതിനുവേണ്ടി നമ്മളൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ചിക്കന് വേണ്ടിയുള്ള മസാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഓപ്പൺ ചെയ്യുന്നു. കുക്കർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇനി ഓരോരോ സാധനങ്ങൾ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ആദ്യം നമ്മൾ ഇഞ്ചി തട്ടി കൊടുത്തു. ഇഞ്ചി ഇനി വെളുത്തുള്ളി, ചതച്ച് വെച്ച വെളുത്തുള്ളിയാണ്. ചതച്ച വെളുത്തുള്ളി തട്ടിക്കൊടുത്തു. കുരുകുരി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള തട്ടിക്കൊടുക്കാം. സവാളയുടെ കൂടെ തന്നെ 2 മുളക്, എരിവുള്ള മുളകാണ്, പച്ചമുളക് 2 ഇട്ടിട്ടുണ്ട്. പിന്നെ ക്യാപ്സിക്കം, ഒരു ഫുൾ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കവും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കണം, എന്നാലും നല്ല ഗുമാന്ന് വരത്തുള്ളൂ. ഒരു തക്കാളി, കളർഫുൾ ആവട്ടെ. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നല്ല മുളക് പൊടി തട്ടി കൊടുക്കാം. മുളക് പൊടി, മുളക് പൊടി. ഇനി അടുത്ത് നമുക്ക് മഞ്ഞൾപ്പൊടി തട്ടി കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി. ഒരു മാഗി ക്യൂബ് തട്ടി കൊടുക്കാം. ചിക്കനിൽ മണം പരത്താൻ ഗരം മസാല, റെഡ് ചില്ലി സോസ് തട്ടി കൊടുക്കാം. റെഡ് ചില്ലി എന്താ വീഴത്തെ, റെഡ് ചില്ലി മതിയാവും. ഇനി ആവശ്യത്തിന് ഉപ്പ് തട്ടിക്കൊടുക്കാം. ഉപ്പ് ലേശം. ഓക്കെ. അതിനകത്തേക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇവനെ കുഴച്ചങ്ങോട്ട് എടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്ക് മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ ഇത് ഫുള്ള് പിടിച്ചു വരണം. അതേപോലെ അങ്ങോട്ട് മിക്സാക്കി അങ്ങോട്ട് ഞെരടി അങ്ങോട്ട് കൊടുക്കാം. അപ്പം ഒരു കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് പിച്ചിയിട്ട് കിടക്കട്ടെ. ഇവനെ കൂടെ അങ്ങോട്ട് പിച്ചിയിട്ടിട്ട് നമുക്ക് ഇനി ചിക്കൻ. അപ്പോൾ കുക്കർ ചിക്കന് വേണ്ടിയിട്ടുള്ള ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇവനെ നമുക്ക് കിഴുത്തിട്ട് കൊടുക്കാം, മസാല പിടിച്ച് വരാം. ചിക്കൻ കുട്ടൻ. ഇനി ഇവനെ നമുക്ക് നല്ലപോലെ കുത്തി കിഴുത്തിട്ട് കൊടുക്കാം. ചിക്കൻ കുട്ടനെ അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് ഇടാം. ചിക്കൻ കുട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല പോലെ ഇതിൻ്റെ അകത്തെല്ലാം തേച്ച് പറ്റിക്കാം. ഇതിൻ്റെ പള്ളക്കകത്തിലൊക്കെ കയറ്റി വിടാം. കേട്ടോ, അകത്തെല്ലാം കയറ്റി വിടാം. നല്ല പോലെ ഇതിനകത്തിലെല്ലാം പിടിച്ചു വരട്ടെ. നന്നായിട്ട് തേച്ച് പറ്റിക്കാം. മൊത്തം പിടിക്കാം. അതിലൊക്കെ നിറച്ച് കൊടുക്കാം. എല്ലാം കയറ്റിക്കട്ടെ. അപ്പോൾ ചിക്കൻ ഇവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പം നമ്മുടെ ചിക്കൻ നല്ല പോലെ മസാലയിൽ പിടിച്ച് 1 മണിക്കൂർ ഇരിക്കുമായിരുന്നു. ഇനിയും നമുക്ക് നല്ല പോലെ ഒരു വിസിലടിച്ചെടുക്കാം. അപ്പം നമ്മൾ കുക്കറെടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു വിസിലടിച്ചെടുക്കാം. ഒരു വിസിലടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് വെച്ച് ഇങ്ങനെ വേവിക്കാം. ഒരു വിസിലടിച്ചപ്പോൾ തന്നെ കംപ്ലീറ്റ് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി തുറന്ന് വെച്ച് നമുക്ക് തിരിച്ചിട്ട് വേവിക്കാം. നമ്മളവനെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കിടന്ന് പെതിയെ സിമ്മിലിട്ട് പെതിയെ വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കുക്കർ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല പോലെ വറ്റി, നല്ല പോലെ ചെറിയ തീയിലിരുന്ന് നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
ഇത് നല്ല കുക്കർ ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ചെറുതായിട്ടൊന്ന് കഴിച്ച് നോക്കാം. ചെറുതായിട്ടേ ഉള്ളേ. അല്ലേ നല്ല സൂപ്പറായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഗൈസ്. എല്ലൊക്കെ തന്നെ ഇരിഞ്ഞ് വരുന്നു. നല്ല സോഫ്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് ഗൈസ്. നല്ല കിടിലൻ സാധനം. കാല് പിടിക്കുകയാണ്. കാല് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതേപോലെ നല്ല അടിപൊളിയായിട്ട് കുക്കർ ചിക്കനൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.